ഒരു കൊല്ലക്കാരന്റെ രോദനം. സത്യത്തിൽ കൊല്ലം ഇങ്ങനൊന്നും അല്ല. ഇവിടെയാണ് നമ്മൾ പറയേണ്ടത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെ. ഇതൊക്കെ ശരിക്കും ഒറ്റപ്പെട്ട, ഇത് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കൊല്ലത്ത് വരുമ്പം അത് എന്തെന്ന് വെച്ചാൽ ആവർത്തിച്ച് പല വിഷയങ്ങൾ, ഈ പറഞ്ഞാണ് പപ്പടത്തിന്റെ, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു കാര്യം ഉറപ്പാ, കേരളത്തിലല്ല ലോകത്തില് ആര് വന്നാലും കൊല്ലം കണ്ടവരില്ല വേണം. ഇത്രയും ഹോസ്പിറ്റാലിറ്റി, എല്ലാ നാടിനും അതിൻ്റെതായ കൾച്ചറും അഭിമാനവും ഒക്കെ ഉണ്ട്. പിറന്ന നാടിനും പ്രാദേശിക ലേഖന്മാരുള്ള സ്ഥലമാണ് കൊല്ലം. ചെറിയ വാർത്തകൾ കൂടി പുറത്തേക്കില്ല. അതാണ് അതിന്റെ കാര്യം. ഞങ്ങള് കൊല്ലംകാര് പാവങ്ങളാട്ടോ. അനുപാതികമായിട്ടുള്ള സ്ത്രീകൾക്ക് അവസരങ്ങളുമാണ്. എന്തുകൊണ്ട് KPCC അധ്യക്ഷനാക്കിയ സ്ത്രീ വന്നേക്കുള്ളൂ? അതിനെപ്പറ്റി കേരളത്തെ സംബന്ധിച്ചുള്ള KPCC അധ്യക്ഷനായ സ്ത്രീ വന്നേക്കില്ല. അതെ, അത്തരം കാര്യങ്ങൾ വരാതിരിക്കില്ല. ഇന്നിപ്പോ KC വേണുഗോപാലിനെ കണ്ടല്ലോ. അപ്പൊ ഈ KPCC പുനഃസംഘടനയിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായി വേണം എന്ന് ആവശ്യം പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം, അതിനു മുമ്പ് നമ്മൾ KSU ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, വിദ്യാർത്ഥി യുവജന കാര്യങ്ങൾ അതത് കാലത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തി അന്നു മുതൽ ഇപ്പൊ വരെ എപ്പോഴും വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് പാർട്ടിക്കകത്ത് വളരെ ശക്തമായി പറയുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. എപ്പോഴെങ്കിലും വനിത എന്ന നിലക്ക് കോൺഗ്രസ് പാർട്ടി സംഘടനാ പ്രവർത്തനമോ അവഗണന നേരിടേണ്ടി വന്നിട്ടോ മാറ്റി നിർത്തപ്പെടുന്നതാണ്? ഈശ്വര അനുഗ്രഹത്താൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൊല്ലത്ത് വേലൂരിന്റെ സ്ഥാനങ്ങൾ സജീവമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലം. 7 സ്ഥാനങ്ങൾ കൊല്ലം തൊഴിൽമന്ത്രിയായിട്ടാണ് തോന്നിയത്. ഈ കഴിഞ്ഞ പണിമുടക്ക് സമയത്ത് IABC ഉൾപ്പെടെ പണിമുടക്കുന്ന അതിനെതിർത്തുകൊണ്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും പണിമുടക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്? പണിമുടക്കിന് പരമാവധി പണിമുടക്കുകൾ ഇല്ലാതെ ഈ പറഞ്ഞ കണക്ക് ട്രേഡ് യൂണിയൻ സൗഹൃദമായിട്ട് വകുപ്പ് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ അത്തരം ഗവൺമെന്റ് പണിമുടക്കുകൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി അവരുമായി ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കും. അനശ്വര ചോദിക്കട്ടെ. തീർച്ചയായും അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ വിമൻ ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയുന്നു, സ്ത്രീ സൗഹൃദമായ ഒരു സമൂഹമാണ്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ പഴഞ്ചൊല്ലായി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങൾ അത് തെറ്റാണ്, സ്ത്രീവിരുദ്ധമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ആവർത്തിച്ച് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നേരെ വെളുക്കാത്ത ചിലർ അവിടെ ഉണ്ട്. അത് തന്നെയാണ് ശിശുക്കളുടെ കാര്യത്തിൽ. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്നോട് ഒരു കുഞ്ഞിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇല്ലാതാവുന്നില്ല. സ്റ്റേറ്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുപോലെ ശിശു സൗഹൃദമായ ശിശു കേന്ദ്രീകൃതം, അത് വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എന്നത് മാത്രമാണ് നമ്മുടെ കൺസെപ്റ്റ്. അത് നിലനിർത്താൻ വേണ്ടി ശിശു സൗഹൃദമായി എല്ലാവരെയും, ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കുന്ന നിയമ നടപടികളുണ്ടാകും. പക്ഷെ അത് പോരാ. അതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി നിരവധി ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് സ്കൂൾ കൗൺസിലേഴ്സിനൊക്കെ നിയമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ്. സ്കൂൾ കൗൺസിലേഴ്സ് പലയിടത്തും ഇൻസഫിഷ്യന്റ് ആണ്. അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പരമാവധി കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ, കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിൽക്കും, സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. ശിക്ഷിച്ചുകൂടാന്നാണ്. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ സാറ് നാളെ അടിക്കും എന്നുള്ളത് കൊണ്ട് പഠിച്ചുകൊണ്ട് പോയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറി. സൈക്കോളജിക്കലായിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിന് തീർച്ചയായും ട്രെയിനിങ് കൊടുത്ത് ബോധവൽക്കരണം നടത്തി അത് ഉറപ്പുവരുത്താൻ വകുപ്പ് ശ്രമിക്കും. കേരളത്തിലെ കുറെ കാലമായിട്ട് നമ്മൾ, പക്ഷെ ഈ ക്ഷീര മേഖലയിൽ
പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമുണ്ട്. അപ്പോ അവർക്ക് അതൊരു സംരംഭകത്വത്തിലേക്ക് എത്തുന്നതിന് കുറച്ചെന്തെങ്കിലും പദ്ധതികൾ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിന് സർക്കാരിന്റെ ആലോചനയുണ്ടോ? തീർച്ചയായും ആലോചനകളുണ്ട്. അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് പ്രത്യേകമായ വായ്പ, ക്ഷീരഗ്രാമം പദ്ധതി അടക്കമുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ഓൾറെഡി ഉണ്ട്. ഉള്ളത് കുറച്ചുകൂടി സ്ത്രീ സൗഹൃദമാക്കിയിട്ട് അവർക്ക് സ്ത്രീ കർഷകർക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പശുക്കളെ വളർത്തി അതിന്റെ കാര്യം എല്ലാം നോക്കിയിരുന്ന അമ്മമാരെ, എൻ്റെ വീട്ടിലെ അമ്മയായിരുന്നു നോക്കിയിരുന്നത്. അതടക്കം ഒരു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. ആ രീതിയിൽ ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങളുണ്ടല്ലോ, അവർക്ക് സബ്സിഡി കൊടുത്ത്, സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന പ്രശ്നം. അതിൽ അവർക്ക് സബ്സിഡിയൊക്കെ കൊടുത്ത് സ്ത്രീകളെ കൂടുതലായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. യുവാക്കൾ, ചെറുപ്പക്കാർ ഇത്തരം ഒരു മേഖലയിലും വരുന്നില്ല. അവർക്കും കൂടുതൽ ആകർഷകമായ രീതിയിൽ നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ കൂടി നന്നായി നടത്തിയ ഈ ചെറിയ പ്രതിസന്ധി, തീറ്റ അടക്കമുള്ള പ്രതിസന്ധികളൊന്നും നമ്മൾ സർക്കാർ കൂടി സഹായിച്ചു കൊടുത്താൽ ലാഭകരമായ ഒരു ബിസിനസ്സായി അതിനെ മാറ്റും. അല്ല, വിഷ്ണു പറഞ്ഞാലേ ഈ ഔട്ട്ലെറ്റ് അനുവദിക്കുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാം. തീർച്ചയായും ചെയ്യും. പാലിന്റെ വില ഉയർന്നുകൊണ്ടേയിരിക്കുക. കേരളത്തിൽ പാല്, അതായത് സാധാരണക്കാർ പോലും പാൽ മിൽമയുടെ മന്ത്രിയെ നിരക്ക് പാലിന്റെ വില പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ? ഇപ്പം പല പ്രശ്നങ്ങളുണ്ട്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു കർഷകരുടെ പ്രശ്നമുണ്ട്. കർഷക സബ്സിഡി ഒക്കെ കൊടുത്തിട്ട് നിത്യോപയോഗ വസ്തുവാണ് പാല് കേരളത്തിൽ കൊണ്ടുപോകുന്നത്. അത് ആ രീതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും സമീകൃത ആഹാരം എന്ന നിലയിൽ കണ്ണുന്ന പാല്, നമ്മുടെ മലയാളികൾക്ക് പാലിൽ നിന്ന് വേറിട്ടൊരു ലൈഫില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു വളർ. അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ ഗൗരവമായി ശ്രദ്ധിക്കും. ഞങ്ങൾ ഇതിനോടകം തന്നെ അതെല്ലാം നോക്കി പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. പുനഃസംഘടന ഇപ്പൊ ആരെ വെക്കണം അങ്ങനൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു, ആരെ വേണം, എവിടെ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ കെൽപ്പുള്ള നേതൃത്വം കോൺഗ്രസിന്, കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിലുള്ളത്. അത്രയും കാര്യങ്ങളൊന്നുമില്ല. വനിതകളുടെ പ്രാതിനിധ്യം വേണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ എത്രയാണ് കർണാടക സർക്കാർ അതിലൊരു റൂൾ കൊണ്ടുവന്നപ്പോൾ കർണാടക സർക്കാർ 12 മണിക്കൂർ എന്നുള്ള സമയത്തിലാണ് കുറച്ചത്. കേന്ദ്ര സർക്കാരിനെ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതിൽ ഫൈനൽ തീരുമാനം എടുക്കൂ. വകുപ്പ് ഒരു എന്താ പറയാ ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച ചെയ്തേ തീരുമാനമായി വരുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഒരു കരട് തയ്യാറായി. അത് സ്റ്റാറ്റ്യൂട്ട് വരുന്നതിന് മുമ്പ് കരട് വന്നതുമായി ബന്ധപ്പെട്ട് അല്ല, സ്റ്റാറ്റ്യൂട്ട് വന്നതിന് ശേഷം അത് വലിയ വിവാദമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്തു. അത് സമൂലമായി മാറ്റുന്ന തരത്തിലുള്ള ഒരു കരടായിരുന്നു ഇപ്പം പുതുതായി വരാൻ. നോക്കൂ, സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിന്റെ അത് നിയമപരമായ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി അതാണ് സർക്കാരിന്റെ നയം. അതിന് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ രൂപത്തിൽ നമ്മള് ഈ മന്ത്രിയായി, വനിതാ മന്ത്രിയാണ്, പക്ഷെ നമ്മളൊരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് ഇപ്പോഴും ഏറെക്കുറെ ഭരണ സംവിധാനത്തിലൊക്കെ ആയാലും. അതിന്റെ എന്തെങ്കിലും പരിമിതി ഈ അധികാരം കിട്ടിയ ശേഷം തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പരിമിതി നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയോ, ഞാൻ DC പ്രസിഡന്റ് ആയില്ലേ, എത്രയോ കാര്യങ്ങൾ ചെയ്യാതെ കിടന്ന് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. വനിതാ ജില്ലാ സെക്രട്ടറി CPM ഇന്നലെ വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല.